ദൗത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. രാജ്യം മ്ലേച്ഛതകളുടെ ലഹരിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഈ കാലഘട്ടം നാം ചിന്തിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തെക്കാൾ മ്ലേച്ഛകരമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വയാഭോഗികളും പുരുഷകാമികളും ഭരണകർത്താക്കളായി റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നീറോ ചക്രവർത്തി താന് സ്പോറസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരനെ അവന്റെ വൃഷ്ണം ഛേദിച്ച് കളഞ്ഞിട്ട് രാജകീയമാകുന്ന നിലയിൽ വലിയ ആഡംബരത്തോടുകൂടെ അവനെ വിവാഹം കഴിച്ച് ഭാര്യയുടെ സ്ഥാനത്ത് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് ചരിത്രത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് പിൻഗാമിയായി വന്ന ഓദോ താന് ആദ്യം ചെയ്തത് അവനെ കൈവശമാക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. റോമാ സാമ്രാജ്യം അധപ്പതിച്ചതിന്റെ മൂല കാരണങ്ങളിലൊന്ന് ഇത്തരം മ്ലേച്ഛതകളായിരുന്നു എന്നത് നാം മറന്നുപോകരുത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എവിടെ നോക്കിയാലും മദ്യവും മയക്കുമരുന്നും ദുർമാർഗവും അതിങ്ങനെ ഒഴുകുകയാണ്. കുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ ലോഡ്ജിൽ ലഹരി പാർട്ടി നടത്തി അങ്ങനെ തിരുവനന്തപുരം സ്വദേശികളായ 4 സംഘത്തെ പോലീസ് പിടികൂടുവാനായിട്ട് ഇടയായിത്തീർന്നു. ചിലർക്ക് സന്തോഷം വരുമ്പോൾ ലഹരിയാണ്, ദുഃഖം വരുമ്പോൾ ലഹരിയാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവർക്ക് ലഹരി നൽകുന്ന 2 പേർ കൂടെ ഉണ്ടായിരുന്നു. അവര് കടന്നുകളഞ്ഞു. 460 മില്ലിഗ്രാം MDMAയും 22 ഗ്രാം കഞ്ചാവും, സിറിഞ്ചുകൾ, തൂക്കാനുള്ള ത്രാസ് എന്നിവയും അവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നതൊക്കെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണ്. കൂടാതെ തലസ്ഥാനത്ത് പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരായ 2 പേരെയും മറ്റൊരാളെ ഹാഷിഷ് ഓയിലുമായും പിടികൂടുവാനായിട്ടും ഇടയായിട്ടുണ്ട്. ഇന്ന് പോക്സോ കേസുകൾ വളരെയധികമായിട്ട് പെരുകി വരികയാണ്. എന്നാൽ കോടതിയിൽ പോലും അതിന് ഓമനത്വമാണ് കൽപ്പിച്ച് കൊടുക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ബോധമില്ലാത്ത ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. അഥവാ ഒരു 11 വയസ്സുള്ളതായ ഒരു പെൺകുട്ടിയെ ചിലര് വളരെ അശ്ലീലമായി അവളോട് ഇടപെട്ടു. എന്നാൽ ഹൈക്കോടതിക്ക് അത് ഏതാണ്ട് വളരെ ഓമനത്വമായിട്ടാണ് അതൊക്കെ ആ ജഡ്ജിക്ക് തോന്നുവാനായിട്ട് ഇടയായി തീർന്നത്. ഇങ്ങനെയുള്ളവരെ പോലെയുള്ളവര് നമ്മുടെ രാജ്യം ഭരിച്ചാൽ എങ്ങനെ നമ്മുടെ രാജ്യം നന്നാകും, നമ്മുടെ തലമുറകൾ നന്നാകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വേറൊരു ജഡ്ജി അനേക കോടികളുമായിട്ട് തീപിടുത്തമുണ്ടായപ്പോൾ അതും ഇപ്പോൾ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ ജീർണത എവിടെയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 6:12 ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ട് സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു എന്ന് കാണുവാനിടയായി. ആ കാലഘട്ടത്തെ കാട്ടിൽ, ലോത്തിന്റെ കാലഘട്ടത്തെ കാട്ടിൽ, നോഹയുടെ കാലഘട്ടത്തെ കാട്ടിൽ ഇന്ന് വഷളത്വം വളരെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മീഖാ പ്രവചനം 7:3 ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവർ എല്ലാവരും വ്യഭിചാരികളാകുന്നു.
അപ്പക്കാരൻ ചൂടുപിടിപ്പിക്കുന്ന അപ്പക്കുടം പോലെ ഇരിക്കുന്നു എന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ഇത് ഹോശയ്യ പ്രവചനത്തിലെ വാക്യമാണ്. ഹോശയ്യ പ്രവചനം 7-ന്റെ 3-ാമത്തെ വാക്യമാണ്. അപ്പോൾ തന്നെ മീഖായുടെ പ്രവചനത്തിലും നാം ചിന്തിക്കുമ്പോൾ അതിന്റെ 7-ന്റെ 3-ലും ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു. ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രവചന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനം 1-18 മുതൽ 27 വരെ വായിക്കുവാനായിട്ട് സമയമില്ല. ദൈവമക്കൾ അത് വായിച്ച് മനസ്സിലാക്കുക. അവിടെ നടക്കുന്ന വളരെ വഷളത്വം നിറഞ്ഞതായ ആണിനോടും പെണ്ണിനോടും ഒക്കെ കാണിക്കുന്ന വൃത്തിഹീനമായ ആ പാപത്തിന്റെ ലിസ്റ്റുകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, രാജ്യം മ്ലേച്ഛതകളിലേക്ക് ഒഴുകുമ്പോൾ, ഭരണകൂടങ്ങളിൽ പോലും കോടതികളിൽ പോലും യഥാർത്ഥ നീതി ലഭിക്കാതിരിക്കുമ്പോൾ, ഈ നാളുകളിൽ ദൈവജനം തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ കരയുവാനും ഉപവസിപ്പാനും രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി കരയുവാനുമുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അറിയുന്നില്ലേ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി,